ഗൈസ്, അപ്പം നമ്മൾ നേപ്പാളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോലീസുകാരെ മിലിറ്ററി ഒക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇതുണ്ടല്ലേ നമ്പർ പ്ലേറ്റ് അല്ലേ, ഇവിടുത്തെ നേപ്പാളിൻ്റെ ആ ഒരു കൊടിയാണ് കൊടുത്തേക്കണേ. എല്ലാം ഭൂട്ടാൻ്റെ പോലെ തന്നെ റെഡ് നമ്പർ പ്ലേറ്റ് അല്ലേ. നമ്മളിത് ഇന്ത്യ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇന്ത്യ ക്രോസ് ചെയ്ത് നേപ്പാളിലോട്ട് കയറാൻ പോവാണ്. നമ്മുടെ അടുത്ത രാജ്യം. ആധാർ കാർഡ് കാണിക്കാനല്ലേ അവസാനത്തെ ചായ നാട്ടിൽ വന്നിട്ട് ചായ പിടിക്കണം. ലാസ്റ്റ് സ്പോട്ടായിരുന്നു നേപ്പാളിന്റെ ബോർഡർ. അപ്പം നമ്മൾ വീണ്ടും സിലിഗുരി എത്തിയിട്ടുണ്ട്. നമ്മൾ JK ഗാരേജ് ഇതിനകത്താണ് ഇന്നലെ കിടന്നുറങ്ങി. ഇന്നലെ വൈകിട്ട് ചിക്കനൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് മെച്ചിനേർന്ന ഒരു സ്ഥലമുണ്ട്. ആ നേപ്പാൾ ബോർഡറാണ്. വെറും 33 കിലോമീറ്റർ, 40 കിലോമീറ്റർ, ഒരു മണിക്കൂറത്തെ യാത്രയുള്ളൂ നേപ്പാൾ ബോർഡറിലേക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ ബോർഡർ നമ്മൾ ഫുൾ അകത്തേക്ക് കയറുന്നില്ല. നമ്മൾ ബോർഡറൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ സിലിഗുരി തന്നെ നമ്മൾ തിരിച്ച് രാത്രിയിലെത്തും. പിന്നെ വേറെ ഒരു സംഭവം, നമ്മുടെ ജൂബിലേട്ടൻ ഇന്ന് തിരിച്ച് പോവാട്ടോ. പുള്ളി നോർത്ത് ഈസ്റ്റ് പുള്ളിയുടെ ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര ദിവസം ഉണ്ടായിരുന്നു പുള്ളി. ഇത്ര ഒരു മാസം മേളിൽ ഞങ്ങളോടാണ് നമ്മുടെ കൂടെ പുറപ്പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു മാസം മേളിൽ. അപ്പോൾ ഇതേ പുള്ളി ബൈക്കൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ്. രാവിലെ വാട്ടർ സർവീസ് 2 വണ്ടി വാട്ടർ സർവീസ് ചെയ്ത് എല്ലാം റെഡിയാക്കി, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ വണ്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞങ്ങൾ എന്തായാലും നാളെ ഇവിടുന്ന് വിടും. അതെ, ബീഹാർ ടച്ച് ചെയ്ത് യു പി കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ നാളെ ഒരു രാവിലെ കൂടെ പോകാൻ കുറച്ചിരിക്കുന്നു. നമ്മുടെ കാട്ടാളമറ്റേ ഇനി നേപ്പാൾ കയറുന്നുണ്ട്. അമ്മമാർ നേപ്പാൾ കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എല്ലാം സെറ്റാണ്. ജൂബിലാണ് ഇനി ഇവിടുന്ന് ഒറ്റ വിടിയിലാണ് വിടുന്നത്. നേരെ ബാക്ക് ടു കേരളമാണ്. 10 ദിവസം കൊണ്ട് ഓടിച്ചെത്തായിരിക്കും അല്ലേ. ചെറുതായിട്ട് സർവീസ് ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ നിർത്തിയേക്കും. ഇവർക്ക് നാളെ ഇന്ന് നമ്മളോട് വരാൻ പറ്റില്ല. അതെ. എന്നാലും അപ്പം നമ്മൾ 2 ബൈക്ക് കൊണ്ടാണ് ഇപ്പം നേരെ നേപ്പാൾ ബോർഡറിൽ പോകുന്നത്. അവിടുന്ന് നമ്മൾ ജൂബിലേട്ടൻ അവിടെ നിന്നായിരിക്കും നമ്മൾ തെറിക്കണേട്ടോ ജൂബിലേട്ടൻ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് വിടാം. നമ്മളിത് ഇന്ത്യ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇന്ത്യ ക്രോസ് ചെയ്ത് നേപ്പാളിലോട്ട് കയറാൻ പോവാണ്. നമ്മുടെ അടുത്ത രാജ്യം. ആധാർ കാർഡ് കാണിക്കാനല്ലേ. അപ്പം നമ്മൾ നേപ്പാളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോലീസുകാരെ മിലിറ്ററി ഒക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ കയറി തന്നെ വഴിക്ക് നമ്മുടെ ID പ്രൂഫ് കാണിക്കണം. നമുക്ക് വോട്ടേഴ്സ് ID ഉണ്ടെങ്കിൽ അത് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ പാസ്പോർട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കാണിക്കാം. നമ്മൾ വോട്ടേഴ്സ് ID കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് മിച്ചി കസ്റ്റംസ് ഓഫീസുണ്ട്, അതുകൊണ്ട് പിന്നെ ഇമിഗ്രേഷൻ നേപ്പാൾ. നമുക്ക് ഇവിടുന്ന് പാസ്സൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് നേപ്പാളിൽ അകത്തോട്ട് വണ്ടി ഓടിക്കാൻ പോകാനായിട്ടല്ലേ. ഒരു ബൈക്ക് കയറണമെങ്കിൽ 200 രൂപ വെച്ച് കൊടുക്കണം ഒരു ബൈക്കിന്റെ റേറ്റ്. കാറിനാണെങ്കിൽ അത് 500 രൂപയാണ്. ഇതേ നേപ്പാൾ വണ്ടികളാണ് ഇവിടെ ഫുള്ള് കിടക്കണത്. ഇത് ഫുള്ള് നേപ്പാളാണ്. ഞങ്ങൾ നേപ്പാളാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ വൈകുന്നേരം ലേറ്റ് ആയി. നമുക്ക് എന്തായാലും അകത്തോട്ട് ഇന്നിപ്പോൾ കയറുന്നില്ലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നടക്കുന്നുണ്ട്. നമുക്ക് അതിനിപ്പം നമുക്ക് ഇവിടുന്ന് പാസ് എടുക്കണമെങ്കിൽ നമ്മളന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് കയറി എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യണം. കേട്ടല്ലേ, ഇതാണ് നേപ്പാളിലെ ഇമിഗ്രേഷൻ ഓഫീസാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും വന്ന് കയറുന്നുണ്ട്. ഇവിടെ നേപ്പാൾ വണ്ടി കിടപ്പുണ്ട്, നൈറ്റ് കിടപ്പുണ്ട്, മേഘാലയ, വെസ്റ്റ് ബംഗാൾ, ആസാം വണ്ടി വരുന്നുണ്ട്, കുറേ വണ്ടികൾ വരുന്നുണ്ട്. അപ്പം വേറെ നേപ്പാളിൽ ബൈക്ക് ഇരിക്കണം. അപ്പോൾ ഇതാണ് മെച്ചി കസ്റ്റമേഴ്സ് ഓഫീസ്. നമുക്ക് ഇവിടെ നിന്നാണ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങോട്ട് കയറണമെങ്കിൽ. അപ്പോൾ അവിടെയാണ് ഒരു മെയിൻ ഓഫീസ്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്കത് കാണിച്ചു തരാം. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കിടക്കണമെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന പാസും കാര്യങ്ങളൊക്കെ വേണ്ടത്. ശരിക്കും നിലവിൽ നേപ്പാളിലാണ് നമ്മളുള്ളത്. അതായത് ഞാൻ മുമ്പ് കാണിച്ച ഒരു പാലത്തിന് ഇപ്പുറത്തോട്ട് നേപ്പാളാണ്, ആ ഒരു പാലത്തിന് അപ്പുറത്തോട്ട് ഇന്ത്യയാണ്. നമ്മൾ നേപ്പാളിലേക്കാണ് ഇപ്പോൾ നടക്കണേ. ഇതവിടെ ഉണ്ടല്ലോ ആ ഒരു പാലം ക്രോസ് ആയിട്ട് നമ്മളിങ്ങ് വന്നേ. അപ്പോൾ ഇതെവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കസ്റ്റംസ് ഓഫീസിന്റെ അകത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തോടെ വന്നിട്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അവിടുന്ന് പാസും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പോയി എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നേപ്പാളിലേക്കാണ് നടക്കണം മൊത്തം. അപ്പോൾ നമ്മുടെ എത്രാമത്തെ രാജ്യമാണ് ഇത്? 5ാമത്തെ രാജ്യമല്ലേ. അപ്പോൾ നമ്മൾ മ്യാൻമർ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ. ഇനി നമുക്ക് പാകിസ്ഥാൻ കൂടി കയറണം. അപ്പോൾ 6 കൺട്രി ടച്ച് നമുക്കുണ്ട്. അപ്പോൾ ഇതെവിടെ ഒരു ഓഫീസും വെരിഫിക്കേഷൻ ഓഫീസാണ്. അവിടെ പാസ് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് അകത്തോട്ട് നേപ്പാളിലോട്ട് കയറാൻ പറ്റുള്ളൂ ബൈക്കുമായിട്ട്. അപ്പോൾ വളരെ ചീപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് അല്ലേ. 200 ബൈക്കിന് 200 ഇല്ല, ശരിക്കും 90 അവർ 100 കമ്മീഷൻ കയറ്റി അടിക്കണതാണ്. ഇവരെല്ലാവരും ഇങ്ങനെ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേനും അതെ കൊണ്ടുപോയി പൈസ സെറ്റ് ചെയ്ത് കൊടുക്കണതിന് ഒരു 100 കൊടുക്കുക അവർക്ക്, അങ്ങനെയുള്ള സംഭവമുള്ളൂ. അപ്പോൾ കണ്ടല്ലോ ഇത് ഫുള്ള് ഓരോരോ ഫ്ലാഗിൻ്റെ ഒക്കെ ഇവിടെ ഫ്ലെക്സിൽ TV ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം വേറെ നമ്മുടെ ഷേപ്പല്ലേ, നമ്മളാ മറ്റേ സിക്കിമിൽ കണ്ട പോലത്തെയൊക്കെ ആൾക്കാരല്ലേ. ഭയങ്കര ഭംഗിയാണ് ആൾക്കാരെ കാണാനൊക്കെ ആയിട്ട്. ഭയങ്കര ഫിറ്റായിരിക്കും. നമ്മളിത് ഇവിടുത്തെ ടിബറ്റൻ ഫ്ലാഗ് പാറി പറക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇമ്പൾസ് കൂട്ടൊരു വണ്ടി നേപ്പാളിലെ ഇങ്ങോട്ടൊക്കെ വേറെ ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ മറ്റേ സാധനം ഓഫ് റോഡ് ബൈക്ക് പോലത്തെ സംഭവം.
ഇവിടുത്തെ ഫുള്ള് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് റെഡ് അല്ലേ, ഭൂട്ടാൻ്റെ അതുപോലെ തന്നെ റെഡ് അല്ലേ, അല്ലേ. ഇവിടെ നമ്മളൊരുണ്ട് പൈസ വേണമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൈസയെ നമ്മുടെ ഇന്ത്യൻ റുപ്പി എടുത്തു കഴിഞ്ഞാൽ അവരെ ഇവിടുത്തെ പൈസ തരും. എടുക്കാൻ 10 പൈസ ഇല്ല. അതന്നെ മാറിക്കൊണ്ട് പറഞ്ഞു പോയിട്ട് അവിടെ പോയി ചായ കുടിക്കാറുണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ട്. അപ്പോൾ അത് നേപ്പാളിലെ കയറുമ്പോൾ തന്നെ ഉള്ളൊരു ടൗണാണ് ഈ കാണുന്നത്. അവിടുത്തെ ഒരു ബാങ്ക് അല്ലേ, നേപ്പാൾ ബാങ്ക് ലിമിറ്റഡ്, കക്കാർവിത്ത ബ്രാഞ്ച്. ഇവര് ഫുള്ളിരിക്കുന്നു, ഇവരുടെ ഫുള്ള് നമ്മുടെ ഇവിടുത്തെ കണ്ടല്ലേ പൈസ ഇരിക്കുന്നുണ്ടല്ലേ, ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നേപ്പാളിലെ പൈസ കിട്ടുവേ. ഉണ്ടോ, ഇത് ഫുള്ള് ഇന്ത്യൻ റുപ്പി പൈസയാണ്. ഇവര് ബിസിനസ് ആണ് അവിടെ ഇരുന്നൊക്കെ നമ്മളെ കുറെ പേര് വിളിച്ചു. അതെ അതെ വേണ്ട. ബറാദ്രപൂർ എയർപോർട്ട് 27 കിലോമീറ്റർ, ദമാക്ക് 49 കിലോമീറ്റർ, ചിസപ്പാനി 900 കിലോമീറ്റർ. അപ്പം കാഠ്മണ്ഡു ആ ഭാഗമൊക്കെ ശരിക്കും നേപ്പാളിൻ്റെ അപ്പുറത്ത് ഒരു 400 കിലോമീറ്റർ അപ്പുറമാണ്, നടുക്കൊക്കെ ആയിട്ട് വരും. ഒരു 3-4 ദിവസത്തിന് പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകണം. ശരി, അങ്ങോട്ടൊക്കെ കയറണം നമുക്ക്. UP ബീഹാറിന് അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് കയറിയാൽ മതി അല്ലേ. അപ്പോൾ ഇത് നേപ്പാളിലെ ഒരു ടൗണാണ് ഈ കാണുന്ന, ഫുള്ള് നേപ്പാളി കടകളാണ്. പിന്നെ ഇവിടെ മുഴുവൻ ഇന്ത്യൻ വണ്ടികളുണ്ട്, മറ്റേ വെസ്റ്റ് ബംഗാൾ. അതെ അപ്പോൾ ഇത് നമ്മളിത് ഇവിടെ ഈ ഒരു ബോർഡിൻ്റെ ഇപ്രവാസം എന്നെ കൂടി നോക്കാം അല്ലേ, അതും കൂടി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഒത്തിരി നേരം നമ്മൾ പെർമിഷൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ നൈസായിട്ട് കയറി പോകുന്നതാണ്. ആരും ഇപ്പം എല്ലാ രാജ്യത്തും നമ്മൾ നൈസായിട്ട് ഞൊഴിഞ്ഞ് കയറുമല്ലേ. അപ്പോൾ അതെ നമ്മുടെ 5ാമത്തെ രാജ്യം നേപ്പാൾ. സിലിഗുരി 28 കിലോമീറ്റർ, ഗുവാഹട്ടി 450, കൊൽക്കത്ത 568. അപ്പോൾ അതെ നേപ്പാൾ എന്തൊക്കെയല്ലേ പൈസയിലല്ല നേപ്പാൾ. അതെ അതെ സുബിധ മണി ചേഞ്ച് ചെയ്ത് ഇവിടെയൊക്കെയാണ് കാശ് ആൾക്കാരെ കൊണ്ട് മാറ്റുന്നതല്ലേ. ഇന്ത്യൻ റുപ്പി മാറ്റിയിട്ട് ഇവരെ നേപ്പാൾ പൈസ എടുത്തോണ്ട് മേടിച്ചോണ്ട് പോകും. നോക്കണം. പിന്നെ ഇവിടെ ഇതുണ്ടോ പാക്കേജുകളുണ്ട്, പിന്നെ ലോഡ്ജ്, കുറച്ച് ഹോട്ടല്. ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ഇതൊരു ബസ് സ്റ്റാൻഡായിട്ടേ കാണണേ, നേപ്പാളിലെ ബസ് സ്റ്റാൻഡ്. അതെ അതെ കൊള്ളാല്ലേ. നമ്മ ഇന്ത്യ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. റോഡല്ല അടിപൊളി റോഡാട്ടോ. ആ ഇത്ര കൊണ്ടൊന്നും നല്ല റോഡ്. അതെ ഇവിടെ കിട്ടില്ല വഴികളല്ലേ, ഏഷ്യൻ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ഇച്ചിരി കൊണ്ടൊരു ബൈക്ക് എന്തെയാ, ബൈക്ക് ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ബൈക്കെല്ലാം പോയി. ബൈക്ക് പോയല്ലേ, പോന്നാ പോയേക്കാം നമുക്കപ്പം. ഇത് നേപ്പാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേപ്പാളിൽ തിരിച്ചു പോവാണ്. അപ്പോൾ പോയേക്കാം. ഇതുണ്ടല്ലേ നമ്പർ പ്ലേറ്റ് അല്ലേ, ഇവിടുത്തെ നേപ്പാളിൻ്റെ ആ ഒരു കൊടിയാണ് കൊടുത്തേക്കണേ. എല്ലാം ഭൂട്ടാൻ്റെ പോലെ തന്നെ റെഡ് നമ്പർ പ്ലേറ്റ് അല്ലേ. റെഡ് നമ്പർ പ്ലേറ്റ് നേന്നാണ് തന്നെ. ഇത് എന്തോ സാധനമാണ് ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ റെഡാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ വണ്ടികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വേറെ കുറച്ച് ഹെവി വണ്ടികളുണ്ടല്ലോ. ഈ വണ്ടികളുണ്ട്, കാണാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ല സ്ക്രാംബ്ലർ പോയത്, അതുപോലത്തെ കുറേ അടാറ് വണ്ടികളുണ്ട്. എല്ലാം തന്നെ എക്സസ് ഒക്കെ വെച്ച് പൊളിച്ച് നടക്കുന്നത്. പിന്നെ ഇമ്പൽസ് പോലെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള കവാസാക്കിയുടെ കാണത്തില്ല, അതുപോലെ കാലം നിർത്തത്തില്ലാത്ത ടൈപ്പ് അങ്ങനത്തെ വണ്ടികൾ ബൈക്കുകളൊക്കെ ഉണ്ട്. പിന്നെ കാറുകളൊന്നും നമ്മൾ ഡിഫറെൻറ്റ് കാറുകൾ കണ്ടില്ല. നമ്മുടെ ഇവിടുത്തെ കൂട്ട് കാറുകളൊക്കെ തന്നെയുണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ഇലക്ട്രിക് വണ്ടി രക്ഷയില്ല കേട്ടോ. കൂടെ നിറച്ചു പോയത് നമ്മൾ അവിടെ നിന്ന് ആ എൻ്റർ ചെയ്യുന്ന അവിടെ നിന്ന് തൊട്ട് നിറച്ച് വണ്ടികൾ. അത് കണ്ടോ, ആ ഒരു സൈഡിൽ കിടപ്പുണ്ട് 200. എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പോൾ ഇതേ ആ കാണുന്ന പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യ ആയി. നമുക്ക് അവിടെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, അവിടെ ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ നിർത്തിക്കത്തില്ല അല്ലേ, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അത് തന്നെ ഞങ്ങളെ പിടിച്ചായിരുന്നു, മൊത്തം ഡിലീറ്റ് ഞങ്ങൾ എന്നിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ഇത്. അപ്പം നമ്മളിത് നേപ്പാളിൽ നിന്ന് വിടുവാണ്, തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുക അല്ലേ. നമ്മളാക്കിട്ടെ ഇന്ന് നമ്മൾ ആ വന്നിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണം. നാളെ ഇവിടെ നമ്മൾ നേരെ UP പോകാനുള്ള പരിപാടിയിലാണ് ഇരിക്കണേ. അപ്പോൾ UP നമ്മൾ ബീഹാർ ക്രോസ് ചെയ്യണം. ബീഹാർ ക്രോസ് ചെയ്യണം നമുക്ക് നാളെ UP തെറിക്കാനായിട്ടല്ലേ. അപ്പം നമുക്ക് വിട്ടേക്കാം. അപ്പോൾ തെറിക്കണം. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് കയറിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 4-5 മലയാളീസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പേര് പറഞ്ഞേ. എൻ്റെ പേര് റാഷിദ്, ഞാൻ മലപ്പുറം. മലപ്പുറം അല്ലേ? ഹർഷക് മലപ്പുറം തന്നെ. ഷമീർ മലപ്പുറം.
നിസാർ മലപ്പുറം. അപ്പോൾ നിങ്ങൾ 4 പേരും വേണ്ടി നേപ്പാൾ കയറുമല്ലേ? ഞങ്ങൾ നേപ്പാൾ കയറുകയാണ്. ഇവിടുന്ന് കാഠ്മണ്ഡു അത് കഴിഞ്ഞിട്ട് അങ്ങ് നൈനിറ്റാൾ പോകുന്നു. അങ്ങനെ പ്ലാൻ. ഓ ഓക്കെ. നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചാണോ വന്നേ? ചേട്ടാ വണ്ടി നമ്പർ കാണിച്ചു. എന്താ KL 55 AD 52 ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി വണ്ടി? 3600 കടന്നു. എത്ര ദിവസം കൊണ്ട് ഇവിടെ എത്തി? 16ാം ദിവസം അല്ലേ? വേറെ എവിടെയെങ്കിലും പോയായിരുന്നാ? ഞങ്ങൾ തിരുപ്പതി പോയി, പുരി പോയി, വിശാഖപട്ടണം, അത് കഴിഞ്ഞ് കൽക്കട്ട, സിക്കിം, ഡാർജിലിംഗ്. ഓ, അത് കഴിഞ്ഞ് നമ്മുടെ 0 പോയിന്റ് ഇവിടെ എത്തിയല്ലേ? നീ ഇപ്പം നേപ്പാളിൽ എത്ര ദിവസമാണ് പ്ലാനുള്ളത്? 5 days പ്ലാന്. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് അവിടെ കാഠ്മണ്ഡുവിലുണ്ടല്ലേ? ഇവിടുന്ന് 400 കിലോമീറ്റർ അല്ലേ? ഞങ്ങളിപ്പോൾ വഴിയിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു 1 hour കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള പരിപാടി. ഇന്ന് ബ്രേക്ക് നാളെയാണ് പോകുള്ളൂ. ഈ നാളെ ഇവിടുന്ന് അങ്ങോട്ട് കാഠ്മണ്ഡുവിൽ പോകും. 1 hour കഴിഞ്ഞ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. ഓക്കെ. അവിടെയൊക്കെ നമുക്ക് വെഹിക്കിൾ പെർമിറ്റ് ഒക്കെ അവിടുന്ന് കിട്ടും. അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും പെർമിറ്റ് എടുത്താൽ ഇവിടുന്ന് നമുക്ക് എൻട്രി പെർമിറ്റ് എടുക്കണം. എന്തായാലും കണ്ടാലും സന്തോഷം. അപ്പോൾ നേപ്പാൾ അടിച്ചു വിളിച്ചോ? അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു. അപ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്നൊക്കെ ഇറങ്ങിയത് ഒരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ ജൂലൈറിൻ്റെ കൂടെ. അപ്പം ജൂലേട്ടൻ നേരെ നാട്ടിലോട്ട് പോവാണ്. നമ്മുടെ അവസാനത്തെ ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് ചായ കുടിക്കണം. ലാസ്റ്റ് സ്പോട്ടായിരുന്നു നേപ്പാളിന്റെ ബോർഡർ. പരിപാടി കഴിഞ്ഞു. ഇനി നോർത്ത് ഇന്ത്യ ഒക്കെ ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആകാം. അപ്പോൾ ഒരു 10 ദിവസം എടുക്കും. തന്നെ നേരെ ഇന്ന് കൊൽക്കത്ത റൂട്ടല്ലേ പിടിക്കണേ? കൊൽക്കത്ത 1 റൂട്ട് വഴി തന്നെ തിരിച്ചു പിടിക്കാം. വൈകിട്ട് ഏതെങ്കിലും പമ്പ് അല്ലെങ്കിൽ പമ്പ് അല്ലെങ്കിൽ താപയില് ടെൻ്റ് അടിച്ച് കിടക്കാം. അങ്ങനെ താപ മിക്കാറ് നോക്കുന്നത്. മഴ ആയതുകൊണ്ട് എപ്പം മഴ പെയ്യുന്നു പറയാൻ പറ്റില്ല. ചൂടാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പം സെറ്റ് ആക്കുക. അപ്പം നാട്ടിൽ വന്നിട്ട് കാണാം. നിങ്ങളും അതെ സേഫ് ജേർണി എന്തായാലും. ഓക്കെ, അടിപൊളിയായിട്ട് പോയിട്ട് വരട്ടെ. 1 മാസം ഉണ്ടായിട്ട് അതിൽ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു ഇപ്പം നാളെ കാട്ടാറിനടുത്ത് വൈ പറഞ്ഞ് നാളെ അവിടെ നിന്ന് ബീഹാർ